ബെയിൽ ഗ്രാന്റ് ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. എല്ലാ വെല്ലുവിളിയും നേരിട്ടാണ് ഇത്രയും ദിവസത്തെ ഒരു പ്രതിരോധവും വെല്ലുവിളിയും നിങ്ങളെല്ലാം കണ്ടതാണ്. ഞാൻ കരുതിയത് ഇവരൊക്കെ നിങ്ങളുടെ ആൾക്കാരാണെന്നാ ഞാൻ കരുതിയത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സംഘി വാർത്തകളാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നടക്കുന്ന സംഘികളുമായി ബന്ധപ്പെട്ട കുറച്ച് ഗൗരവതരമായിട്ടുള്ളതും തീരെ ഗൗരവമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പിന്നെ പ്രത്യേക ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. നമ്മൾ ആദ്യം പോകുന്നത് കുറച്ച് ഗൗരവകരമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. കേരളത്തിലല്ല, നമ്മൾ അടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ നടന്ന ഒരു സംഘികളുമായി ബന്ധപ്പെട്ട ഒരു അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു വാർത്ത. അത് നമുക്ക് ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സംഘികൾ എന്നാൽ അവർക്കുള്ളിലുള്ള വിഷം എത്രമാത്രമാണ് അതിൻ്റെ തീവ്രത എന്നുള്ളത് നമുക്ക് ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യം ആ വാർത്തയിലേക്കൊന്ന് പോവാം. പ്രിൻസിപ്പലിനെ മാറ്റാൻ സ്കൂളിലെ കുടിവെള്ള സംഭരണിയിൽ വിഷം ചേർത്തു. കർണാടക ബലഗാവി ഹൂലിക്കാട്ടിലെ LP സ്കൂളിലാണ് സംഭവം. ശ്രീരാം സേന താലൂക്ക് സെക്രട്ടറി സാഗർ പാട്ടീൽ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിട്ടുണ്ട്. വിഷം ചേർക്കാൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉപകരണമാക്കിയെന്നാണ് കണ്ടെത്തൽ. കൃത്യം നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ ഇസ്ലാം മതവിശ്വാസിയായതിന്റെ വിരോധത്തിലാണെന്നും വിവരങ്ങൾ. ഒരു സംഘി ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടുക, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള വിഷം എങ്ങനെയാണ് സമൂഹത്തിലേക്ക് കടത്തിവിടുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. എത്ര ഭീതികരമായിട്ടുള്ള ജനങ്ങളെ നടുക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇങ്ങനെയുള്ളവർ. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ളവർ മാത്രമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ സംഘപരിവാറിൻ്റെ ആശയം ഉള്ളിൽ പേറുന്നവരാണോ അവരിനി നോർത്തിലായാലും വെസ്റ്റിലായാലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലായാലും എല്ലായിടത്തും അവരുടെ ഉള്ളിലുള്ള ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള വിഷത്തിന്റെ തീവ്രത ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരിക്കും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയ വാർത്തയൊന്നുമല്ല. കാരണം ചിലപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ആയതുകൊണ്ട് ഈ ഒരു മുസ്ലിം അധ്യാപകനെ കൊലപ്പെടുത്താനാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരെ ആദരിക്കുകയും ചിലപ്പോൾ ഭാരത് രത്ന അവാർഡൊക്കെ നൽകാൻ സാധ്യതയുണ്ട് ഇത്തരം സംഖ്യകൾക്കൊക്കെ. പിന്നെ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, ഓനിക്ക് ആ വെള്ളത്തിൽ വിഷം കലക്കുന്നതിന് പകരം ഓനിക്ക് തന്നെ ഒന്ന് ഇറങ്ങി നിന്നാൽ മതിയായിരുന്നു ആ ടാങ്കിലേക്ക്. കാരണം അതിനേക്കാൾ വലിയ വിഷമൊന്നും ഈ ലോകത്ത് വാങ്ങാൻ കിട്ടുന്നില്ല. സയനൈഡിനെക്കാട്ടിലും വലിയ വിഷമാണ് ഈ സംഖ്യകളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ, ശരീരത്തിലും മനസ്സിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി നമ്മൾ നേരെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ചിലരുണ്ട്. കാരണം ഇന്ത്യയിലൊട്ടാകെ ഇത്രയും കാലം മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ സംഘപരിവാർ അവിടെ ഇവിടെയൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നു, കൊല്ലുന്നു, കൊലപ്പെടുത്തുന്നു, ബലാത്സംഗം ചെയ്യുന്നു, ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിന് കൈയടിക്കുകയും അതുപോലെ തന്നെ സംഘപരിവാറിന് വെള്ളവും വളമൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് അവരെ ഈ കേരളത്തിലടക്കം വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെടുന്ന ചില കൃസംഖികളുണ്ട്. ആ കൃസംഖികൾക്ക് കിട്ടിയ ഒരു പണിയും കൂടിയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു പാവപ്പെട്ട 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഛത്തീസ്ഗഡിലെ BJP ഗവൺമെന്റ് പിടിച്ച് അകത്തിട്ട വാർത്തയും അതുപോലെ തന്നെ അവർക്ക് ഈ അടുത്ത ദിവസത്തിൽ അവർ ജയിൽ മോചിതരായി വന്ന വാർത്തയൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രക്ഷോഭങ്ങളും വിവാദങ്ങളും അതുപോലെ തന്നെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. നമുക്ക് അത്തരം ഒരു കാഴ്ചയിലേക്ക് പോകാം. എന്താണ് നല്ല വാർത്ത എല്ലാവരും നമുക്കറിയാം, കന്യാസ്ത്രീകൾക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയപ്പോൾ ആ സമയത്ത് കുറേ കോൺഗ്രസിന്റെ നേതാക്കളും അതുപോലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളും BJPയുടെ പ്രധാന നേതാക്കളും ഒക്കെ അവിടെ എത്തിയിരുന്നു. ആ സമയത്ത് അവിടെ ആ കന്യാസ്ത്രീയുടെ സഹോദരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് റോജിയുടെ അടുക്കലേക്ക് മാധ്യമപ്രവർത്തകർ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി മൈക്ക് നീട്ടി ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ദണ്ഡ വരുന്നു നമ്മുടെ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭയിലേക്ക് MP ആയിട്ട് കേരളത്തിൽ നിന്നും പോയ അനൂപ് ആന്റണി. അദ്ദേഹം ഇങ്ങനെ തിക്കി തിരക്കി അതിനോടുള്ള വരുന്നൊരു കാഴ്ച, ആ കാഴ്ച നമുക്കൊന്ന് കാണാം. ബെയിൽ അനുവദിച്ചു. വക്കീലിന്റെ കോള് ഇപ്പം ഞാൻ വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബെയിൽ ഗ്രാന്റ് ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 7 ദിവസമായി. എനിക്കറിയാം, ഒരു 12,000 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി അവിടെ ഒരു കെട്ടിപ്പിടിച്ച് ചുംബനം നൽകുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. ഇതൊക്കെ കണ്ട് ഈ മൈക്കിന് മുന്നിൽ ആദ്യം ഉണ്ടായിരുന്ന ആ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അവരൊക്കെ വല്ലാത്ത രൂക്ഷമായ രീതിയിൽ ഇങ്ങനെ എന്താണ് പറയേണ്ടത് എന്നൊക്കെ മനസ്സിലാവേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രതിഷേധം ഇങ്ങനെ കടിച്ചമർത്തിക്കൊണ്ട്. ഇത്രയും സന്തോഷം നൽകുന്ന വേറെ ദിവസമില്ല അച്ഛാ.
അതുകൊണ്ട് ഇത്രയും ദിവസത്തെ നമ്മുടെ പരിശ്രമം അത് ഫലം കണ്ടിട്ടുണ്ട്. ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. ഞങ്ങൾ കൂടെ ഉണ്ടാവും, ഞങ്ങളെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞാൻ കരുതിയത് ഇവരൊക്കെ നിങ്ങളുടെ ആൾക്കാരാണെന്നാ. നിങ്ങളുടെ ആൾക്കാരെന്നാ ഞാൻ കരുതിയത്. ഈ അലവലാദികളോ, ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞാനും ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? ഒരു ഇത്തിരി ഉളുപ്പും ബോധം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും രണ്ടാൾക്കാരിങ്ങനെ സംസാരിക്കുന്നില്ല, ആരെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അവിടെ ആ പ്രദേശത്തൊന്നും ഇല്ലാത്ത ആൾക്കാരിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നുഴഞ്ഞു കയറി വന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞിരുന്നുകൊണ്ട് ഇങ്ങനെ മറുപടി പറയാൻ എങ്ങനെ സാധിക്കുന്നു? അത് തീർച്ചയായിട്ടും ഇവരെ പോലുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും ഒക്കെ ശരി തന്നെയാണ്. ഒടുക്കം അവിടെ നിന്ന് തന്നെ പരസ്യമായിട്ട് നമ്മുടെ കോപിത്തമ്പുരാൻ ചെയ്യുന്നത് പോലെയൊന്നും ചെയ്തു കൂട്ടിയേക്കരുത്. മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം നേതാവ്, ഇന്ന് നേതാവ്, നാളെ രാജാവ്, എന്നും ജേതാവ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ അങ്ങനെ പോയി. അവിടെ തന്നെ നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനും അവിടെ ഹാജരായിരുന്നു ഈ ഒരു സമയത്ത്. അവരോട് മാധ്യമപ്രവർത്തകർ കുറച്ച് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ചോദിച്ചു. മൂപ്പര് നൈസായിട്ട് അവിടെ ചെന്നിട്ട് ഒന്ന് വെളുപ്പിച്ച് വരികയായിരുന്നു. അതായത് നമ്മളാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തത് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെളുപ്പിച്ച് വരികയായിരുന്നു. ആ സമയത്താണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്, നിങ്ങൾ തന്നെ പിടിച്ച് അകത്തിടുന്നു, നിങ്ങൾ തന്നെ എന്നിട്ട് ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയെന്നും പറയുന്നു. മറ്റുള്ള പാർട്ടിക്കാരൊക്കെ ഇവിടെ വന്ന് ഡ്രാമ കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് കുറച്ച് ദിവസം മുമ്പേ നടക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്താണ് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന് മറുപടി ഇല്ലാതെ മൂപ്പര് കിടന്ന് ഓടി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുണ്ടാകുമോ ബിജെപിയുടെ ഭാഗമായി? അതിലെങ്ങനെയാണ് ബിജെപിക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നത്? ഞാൻ ക്രെഡിറ്റ് എടുത്തോ? ഞാൻ പറഞ്ഞത് എന്താണ്, ഞങ്ങളോട് 5-6 ദിവസം മുമ്പേ സഭ വിളിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങി. ഞാൻ ഇന്നലെയും പറഞ്ഞു, മിന്നാന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത്. ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ്. എനിക്ക് ഇത്ര സംഭവങ്ങൾ അങ്ങനെ ആഗ്രഹമില്ല. കുത്തുന്ന സ്വഭാവം നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെ സ്വഭാവമാണ്. അതെന്നെ എന്നാ പിടിച്ചോ. സാർ ഇതൊരു ചർച്ചയാണ്. പ്ലീസ് സാർ, ഇതൊരു ചർച്ചയാണ്. മുൻ MLA ശ്രീ സദാശിവൻ ലൈനിലുണ്ട്. മിസ്റ്റർ വള്ളിക്കടനിലേക്ക് തിരിച്ചു വരാം. തിരിച്ചു വരണ്ട, എനിക്ക് വേറെ പണിയുണ്ട്. എന്തായാലും ഈ കേരളത്തിലെ ക്രിസംഖികൾ അല്ലെങ്കിൽ സംഖികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളൊക്കെ അതിൽ പ്രധാന സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് ക്രിസംഖികളുണ്ടല്ലോ, ഈ തൽക്കാലം ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള നിലക്ക് കേരളത്തിലെ മാപ്പിളാരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാമെന്നൊക്കെ കരുതിയിരിക്കുന്ന ചില ക്രിസംഖികളുണ്ട്. ആ ക്രിസംഖികൾ തൽക്കാലം ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടി സംഖ്യകൾക്ക് ഇങ്ങനെ മൂട്ടിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ താണുകീണ് അവരുടെ ആൾക്കാരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഈ ഇത്തരത്തിലുള്ള വിഷയം വരുന്നതും പിന്നീട് ഇവരിൽ തന്നെ പെട്ട പലരും പല രീതിയിലുള്ള സംഘപരിവാറിനെതിരെ അഭിപ്രായങ്ങളും രോഷപ്രകടനങ്ങളും അതുപോലെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തത്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം കുറച്ചൊക്കെ ഇതുപോലുള്ള കാസാക്കൂസ ക്രിസംഖി ഈ ഒരു ജാതി ഐറ്റംസുകൾക്ക് അല്ലെങ്കിൽ ഇവരെ താങ്ങുന്നവർക്കൊക്കെ ഇത്തിരി ബോധ്യം വന്നിട്ടുണ്ട്. കേരളത്തിലല്ലാതെ മറ്റു ഒരിടത്തും ഇന്ത്യയിൽ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾക്കെന്നല്ല ഒരു മനുഷ്യനും യാതൊരു സേഫ്റ്റിയോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമോ ഈ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള സംഘടനകളോ അല്ലെങ്കിൽ BJPയോ തരില്ല. അല്ലെങ്കിൽ അതൊന്നും ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് സ്വപ്നം കാണാൻ കൂടി പറ്റാത്തതാണ് എന്നുള്ളൊരു ബോധ്യം, യാഥാർത്ഥ്യം ഇവർക്കൊക്കെ ഈ ഒരു വിഷയത്തോടെ വന്നിട്ടുണ്ട്. എന്നാലും ഇനിയും ബോധം വരാത്ത ചില അച്ഛന്മാരും അതുപോലെ ക്രിസംഖികളൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരിപ്പോഴും നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും അതുപോലെ തന്നെ കേരളത്തിലെ BJPക്കും അവിടെയുള്ള BJP സർക്കാരിനൊക്കെ ഇങ്ങനെ നന്ദി പറയുന്ന തിരക്കിലാണ്. BJP എന്ത് കഴിഞ്ഞാലും ഈ ക്രിസ്ത്യാനികളെ ഈ ഇന്ത്യയിൽ സംരക്ഷിക്കാൻ പോകുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അവരുടെ ലക്ഷ്യമേ അതല്ല. അവരുടെ RSSന്റെ കിതാബിൽ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ പ്രഥമ ശത്രു മുസ്ലിമാണ്, പിന്നീട് ക്രിസ്ത്യാനിയാണ്, പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇതൊക്കെ അവരെ കിതാബിൽ പണ്ടേ എഴുതി വെച്ചതുമാണ്. അതൊക്കെ അവർ പലയിടത്തും പരസ്യമായിട്ട് പറഞ്ഞതുമാണ്, നമുക്കൊക്കെ അറിഞ്ഞതുമാണ്. പിന്നെയും എന്തിനാണ് ഇങ്ങനെ താങ്ങി നടക്കുന്നത്? എന്തായാലും പിന്നെയും ഇങ്ങനെ താങ്ങി നടക്കുന്നവർക്ക് ഒരു സന്ദേശം വയനാടിലെ നമ്മുടെ സംഘപരിവാർ അനുകൂല സംഘടനയായ ബജ്രംഗ് ദൾ നൽകുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. വയനാട്ടിലും ബജ്രംഗ് ദളിന്റെ കൊലവിളി. ഹിന്ദു വീടുകളിൽ കയറിയാൽ കാല് വെട്ടുമെന്നാണ് പാസ്റ്ററെ ഭീഷണിപ്പെടുത്തിയത്. പാസ്റ്ററുടെ വാഹനം തടഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്. ഏപ്രിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്.
ഉണ്ടോ ഇല്ലയോ അത് പറ ചേട്ടൻ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറഞ്ഞാൽ മതി. ഇല്ല ഇല്ല. അവിടെ ഈ ആക്ഷൻ സോങ് എന്ത് ഏത് ദൈവത്തിന്റെ പേരിൽ നടത്തുന്നു? യേശുവിന്റെ പേരിൽ. എന്തുകൊണ്ട് ചേട്ടൻ ഹിന്ദു വീടുകളിൽ കയറി? ഇനിയും കാലോട്ട് അടിയല്ല, അടിയോട് അതാണ്ടേ ഇതേ എനിക്ക് അവരോട് പറയാനുള്ളൂ. കാരണം അങ്ങ് നോർത്ത് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല ഇതുപോലെ വെട്ടുകാരൊക്കെ ഉള്ളത്. ഇവിടെയും കേരളത്തിലും ഇപ്പോൾ വെട്ടുകാരൊക്കെ നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇപ്പം അവരൊന്നും തലപൊക്കുന്നില്ല എന്ന് കരുതി ഭാവിയിൽ നിങ്ങളൊക്കെ ഇങ്ങനെ വളം വെച്ച് ഇങ്ങനെ കൂടി നിന്ന് പറ്റുന്ന MP സ്ഥാനം MLA സ്ഥാനം ഒക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാല് വെട്ടുകാർക്കൊക്കെ കുറച്ചുകൂടി കേരളത്തിൽ അഴിഞ്ഞാടാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. പരമാവധി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് പരമാവധി സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത്തരം കാലുവെട്ടും കൈവെട്ടും ഒക്കെ ഇങ്ങനെ പരസ്യമായിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. സംഘികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമില്ല. അവരെ എതിർക്കുന്നവരൊക്കെയും അവരുടെ ശത്രുക്കൾ തന്നെയാണ് എന്നും.